സാറേ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. അസാധാരണമെന്ന് തോന്നുന്നു. എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവുമോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെലങ്കാനയിൽ പിന്നാക്കക്കാർക്കുള്ള സംവരണം 25% നിന്ന് 42% ആക്കാനുള്ള ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ സംവരണം മൊത്തത്തിൽ 62% ആവും തെലങ്കാനയിൽ ഇത് കൂട്ടുമ്പോൾ. അങ്ങനെ 62% ആയാൽ ഇത് സാധാരണഗതിയിൽ കോടതികൾ അംഗീകരിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സുപ്രീം കോടതി സംവരണത്തിൻ്റെ പരിധി 50% പല വിധികളിലും പറഞ്ഞു കഴിഞ്ഞതാണ്. 50% അത് ആന്ധ്രയിൽ തന്നെ മുമ്പ് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ആന്ധ്രയിൽ ഈ OBC സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് 5% സംവരണം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇത് അവിടുത്തെ ഹൈക്കോടതി എടുത്ത് കളഞ്ഞു. കാരണം അതിൽ 2 കാര്യമാണ്. ഒന്ന്, OBCകളുടെ സംവരണം വെട്ടിക്കുറച്ചത്. 2, ഇത് 50% കൂടുന്നു എന്നുള്ളത്. ആ കേസ് സുപ്രീം കോടതിയുടെ മുമ്പിൽ കിടക്കുകയാണ്. അപ്പോൾ തദ്ദേശം, ജോലി, പിന്നെ പൊതു വിദ്യാഭ്യാസം, പൊതു സ്ഥാപനങ്ങളിലെ ജോലി, വിദ്യാഭ്യാസം, ഇതിലൊക്കെയുള്ള പിന്നോക്കക്കാർക്ക് ഇപ്പോൾ ഉള്ള സംവരണം അവിടെ 25%. അത് 17% കൂടി കൂട്ടുക, 42. ഇതാണ് രേവന്ത് റെഡ്ഡി ഉദ്ദേശിക്കുന്നത്. ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ 2023 തിരഞ്ഞെടുപ്പിന് മുമ്പ് രേവന്ത് റെഡ്ഡി ഇത് കാമറെഡ്ഡി പ്രഖ്യാപനം എന്ന് പറയും. അവിടെ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, ഇങ്ങനെ SC/ST വിഭാഗങ്ങളുടെയൊക്കെ സംവരണം കൂട്ടും എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ 62% ആയാൽ കോടതി ഇത് അംഗീകരിക്കില്ലല്ലോ, ഇതെടുത്ത് കളയും. അപ്പം മോദിയുടെ അടുത്ത് സഹായത്തിന് പോയതാണെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. അതെന്താണെന്നുള്ളത് ഞാൻ അവസാനം പറയാം. അപ്പോൾ ബീഹാറിൽ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ നടപ്പാക്കാനായിട്ട് നോക്കി, കോടതി സമ്മതിച്ചില്ല. അവിടെ കൂട്ടാൻ നോക്കിയപ്പോൾ സമ്മതിച്ചില്ല. 1992 തന്നെ സുപ്രീം കോടതി 50% സംവരണത്തിൻ്റെ മൊത്തം പരിധി. ബാക്കി പകുതി മെറിറ്റ് നോക്കണമല്ലോ, 50% ആകാവൂ. പിന്നെ 2022 ജൂലൈയിൽ പാട്ന ഹൈക്കോടതി ബീഹാറിൽ ഈ സംവരണം കൂട്ടിയത് റദ്ദാക്കുമ്പോൾ ഈ സുപ്രീം കോടതി വിധി ഉദ്ധരിച്ചിരുന്നു. 1992 സുപ്രീം കോടതി വിധി 2024 ജൂലൈയിൽ പാട്ന ഹൈക്കോടതി ഉദ്ധരിച്ചിരുന്നു. അതിൻ്റെ വിധിയിൽ 50% അതുകൊണ്ട് ഇത് സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തെലങ്കാനയിലെ ഈ പരിപാടി റദ്ദായി പോകും, നടക്കില്ല. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇത് സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നതാണ്. അന്ന് മുസ്ലിം സംവരണം എന്ന് പറഞ്ഞൊരു സംഗതി തള്ളിക്കളഞ്ഞാണ്. കാരണം മതം പരമായ സംവരണം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല. ഹിന്ദുക്കൾക്കിടയിലെ SC/ST പട്ടികജാതി വർഗ വിഭാഗങ്ങൾ അവർ മുഖ്യധാരയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ സംവരണം ഏർപ്പെടുത്തിയാലേ പറ്റുള്ളൂ. അതും എല്ലാ കാലത്തേക്കും വേണം എന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവർ മുഖ്യധാരയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് അവസാനിപ്പിക്കാം എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനയിലെ 16ാമത്തെ വകുപ്പിലാണ് ഇത് പറയുന്നത്, 16ാം വകുപ്പിൽ. അപ്പോൾ അംബേദ്കർ അന്നത്തെ ചർച്ചയിൽ മറുപടി പറഞ്ഞതാണ് ഇത് സംബന്ധിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിൽ. ഈ അവസര സമത്വത്തിന് വേണ്ടിയിട്ടാണ് സംവരണം, ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, അവസര സമത്വം. പിന്നെ ആൾക്കാർക്ക് സംവരണം കൊടുത്താലേ നടക്കുള്ളൂ. ആ കാലത്ത് തന്നെ പലരും ഇതിനെ എതിർത്തിരുന്നു. അപ്പോൾ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, 70% സംവരണം ഈ പിന്നാക്കക്കാർക്ക് ഉണ്ടെന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ അവസര സമത്വം കിട്ടുമോ? അംബേദ്കർ ചോദിച്ചു. സംവരണത്തിൻ്റെ തോതിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് അവസര സമത്വം കിട്ടുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞു, ഇല്ല, സംവരണം കൂട്ടിയത് കൊണ്ട് കിട്ടുകയില്ല. അതുകൊണ്ട് സംവരണം എപ്പോഴും ചെറിയ ശതമാനമാകണം അംബേദ്കർ പറഞ്ഞു. അല്ലാതെ 80%, 70%, 60% അങ്ങനെയല്ല. അതെപ്പോഴും ചെറിയ ആയിരിക്കണം. കാരണം അത്
പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ലല്ലോ. ആത്യന്തിക പരിഹാരമല്ല. അതുകൊണ്ട് 50% എന്ന് പറഞ്ഞ് പരിധി നിശ്ചയിക്കുക. അതാണ് അംബേദ്കർ ഭരണഘടന ചർച്ചയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ 50% എന്ന് പറയുന്നത്. സുപ്രീം കോടതി 3 വിധികളിൽ ഈ 50% ഉറപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ബാലാജി വേഴ്സസ് മൈസൂർ, 1962 കേസ്. മൈസൂരിൽ 68% സംവരണം പട്ടികജാതി വർഗക്കാർക്ക് എൻജിനീയറിങ്ങിനും മെഡിസിനും പഠനങ്ങൾക്ക് ഏർപ്പെടുത്തി 1962. 62%. അപ്പോൾ 23 വിദ്യാർത്ഥികൾ കേസ് കൊടുത്തു കോടതിയിൽ. ഈ പട്ടികജാതി വർഗക്കാരല്ലാത്തവർ ഞങ്ങളുടെ അവസരം നഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുപ്രീം കോടതി ഭരണഘടനയിലെ വകുപ്പ് 15-16% ഉദ്ധരിച്ചു. 50% ആയിരിക്കണം പരിധി എന്ന് പറഞ്ഞു, തള്ളിക്കളഞ്ഞു മൈസൂരിലെ തീരുമാനം. 62 മുതലേ ഉണ്ടത്. രണ്ടാമത്തത് കേരളം വേഴ്സസ് NM തോമസ് എന്ന് പറഞ്ഞ കേസ്, 1976. അന്ന് പ്രൊമോഷന് ഈ SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക വകുപ്പ് തല പരീക്ഷ പാസ്സാകണം എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നത് എടുത്ത് കളഞ്ഞു. അതാണ് അതിനെ ചോദ്യം ചെയ്തു. അങ്ങനെ പ്രത്യേക വകുപ്പ് തല പരീക്ഷ പാസ്സാകണം SC/STക്കാർ പ്രൊമോഷന് എന്നുള്ള നിയമത്തിൽ താൽക്കാലിക ഇളവ് എന്നുള്ള ഒരു ഇത് സംഗതി വന്നു. അവർ പരീക്ഷ എഴുതേണ്ടതില്ല അങ്ങനെ എന്നുള്ളൊരു സംഗതി ഇവിടെ കൊണ്ടുവന്നു. അതിനെതിരെ കേസ് വന്നു. അപ്പോൾ ആ ഇളവ് 5-അംഗ ബെഞ്ച് ശരിവെച്ചു. അവർ പരീക്ഷ എഴുതേണ്ടതില്ല ശരിവെച്ചു. എന്നിട്ട് 14-16 വകുപ്പുകൾ അതിലെ സംവരണ തത്വം ഉദ്ധരിച്ചിട്ട് പറഞ്ഞു അത് പിന്നാക്കക്കാർക്ക് ഇളവ്, സൗകര്യം എന്നിവ ഏർപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ ഇളവും കിടന്നോട്ടെ, പരീക്ഷയുടെ കാര്യമല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ബാലാജി കേസിലെ 50% എന്നുള്ള പരിധി അതിനെ ഈ വിധിയിൽ പരാമർശിച്ചു. ജസ്റ്റിസ് ഫസൽ അലി ഈ ബെഞ്ചിലുണ്ടായിരുന്ന 5-അംഗ ബെഞ്ചാണ്. അതിലെ ഫസൽ അലി എന്ന് പറഞ്ഞ ജഡ്ജി ആ ബാലാജി കേസിലെ വിധിയെ ചോദ്യം ചെയ്തു. ഈ 50% പരിധിയായി ഒരു ജഡ്ജി മാത്രം ചോദ്യം ചെയ്തു. ഈ അതിൽ ഒരു സംസ്ഥാനത്ത് 80% പിന്നാക്കക്കാർക്ക് സംവരണം വന്നു എന്നിരിക്കട്ടെ, അങ്ങനെ വന്നാൽ അത് ആർട്ടിക്കിൾ 16 വകുപ്പിൽ സംവരണം പറയുന്നുണ്ടല്ലോ, അതിൽ ക്ലോസ് 4-ാമത്തെ വ്യവസ്ഥ ക്ലോസ് 4 അതിൻ്റെ ലംഘനം ആവുകയില്ല എന്ന് അങ്ങേര് പറഞ്ഞു. സംവരണം 80 ആക്കിയാലും ഈ മറ്റേ അങ്ങനെ പരിധിയൊന്നും വേണ്ടെന്ന് ഒരു ജഡ്ജിയുടെ നിലപാടെടുത്തു. ബാക്കിയുള്ളവർക്ക് അങ്ങനെ നിലപാടില്ലായിരുന്നു. 3-ാമത്തത് ഇന്ദിരാ സാഹ്നി വേഴ്സസ് ഇന്ത്യ സർക്കാർ, 1992 സുപ്രധാന വിധിയാണ്. ഈ 50% ഉറപ്പിച്ച പ്രധാന വിധി. കാരണം എന്താ, മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾ അംഗീകരിച്ചിട്ട് അത് നടപ്പാക്കാനായിട്ട് കേന്ദ്രം തീരുമാനിച്ചല്ലോ അന്ന്. VP സിംഗിൻ്റെ സർക്കാർ കാലത്തായിരുന്നു ആ പ്രക്ഷോഭം. 27% സംവരണം കേന്ദ്രത്തിൽ എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ 9-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ മുമ്പിൽ അത് വന്നു. ആ സംവരണം ശരിവെച്ചു ഭരണഘടനാ ബെഞ്ച്. പക്ഷേ 50% കൂടരുത് മൊത്തം സംവരണം എന്ന് ഉപാധി വെച്ചു. അത് വീണ്ടും ഉറപ്പിച്ചു. BP ജീവൻ റെഡ്ഡി ആണ് അന്ന് വിധി എഴുതിയത് ഭരണഘടനാ ബെഞ്ചിലെ എല്ലാവർക്കും വേണ്ടി. അദ്ദേഹം പറഞ്ഞു 50% എക്കാലത്തേക്കും എന്നല്ല, ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അതിൽ വിട്ടുവീഴ്ചകളൊക്കെ ആകാം എന്ന് പറഞ്ഞാൽ അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ സമുദായങ്ങളും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ SC/ST എന്നല്ല, അല്ലാതെ ചില ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളുകൾ. നമ്മുടെ നാട്ടിൽ തന്നെ ഈ ST എന്ന് പറഞ്ഞ ഗോത്ര MBBSലേക്ക് സീറ്റുകളൊന്നും ഫില്ല് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ 50% എന്ന് പറഞ്ഞത് ഇപ്പോൾ ലംഘിക്കാൻ പോവാണ് രേവന്ത് റെഡ്ഡി. 62% വരും. അപ്പോൾ അത് നടപ്പില്ല. 2021 ഇങ്ങനത്തെ ഒരു സംഭവം വന്നതാണ്. മഹാരാഷ്ട്രയിൽ 2018 പിന്നാക്ക വർഗ നിയമം റദ്ദാക്കിയിട്ടുണ്ട്. 2021 മഹാരാഷ്ട്രയിൽ നടപ്പാൻ നോക്കിയപ്പോൾ അതും റദ്ദാക്കി. മറാത്ത സംവരണം അത് റദ്ദാക്കി. മറാത്ത സംവരണം ഏർപ്പെടുത്താനുള്ള നീക്കം റദ്ദാക്കി.
അപ്പോൾ അന്ന് ജഡ്ജി അശോക് ഭൂഷൺ സുപ്രീം കോടതിയിൽ പറഞ്ഞു 50% പരിധി, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ അതിൽ ഇളവ് കൊടുക്കേണ്ട സാഹചര്യമൊന്നും രാജ്യത്ത് നിലവിലില്ല എന്ന് അശോക് ഭൂഷൺ അതിൽ പറഞ്ഞു സുപ്രീം കോടതി. തമിഴ്നാട് പക്ഷേ രേവന്ത് റെഡ്ഡി ഇപ്പോൾ മോദിയെ കണ്ടത് എന്തിനായിരിക്കും? എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ 1990 ഒരു ഇളവ് വന്നു 50% പരിധിയിൽ. തമിഴ്നാട്ടിൽ 69% സംവരണം. അപ്പോൾ ആ 69% ഈ 50% പരിധി സുപ്രീം കോടതി നിശ്ചയിച്ചതിനെതിരല്ലേ? പക്ഷേ ജയലളിതയുടെ സമ്മർദ്ദം കാരണം അന്നത്തെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ 69% സംവരണം പ്രഖ്യാപിക്കുന്ന തമിഴ്നാട് നിയമത്തിനെ ഈ ഭരണഘടനയുടെ 9ാമത്തെ ഷെഡ്യൂളിൽ പെടുത്തി. തമിഴ്നാട് നിയമത്തിനെ 9ാം ഷെഡ്യൂളിൽ ഒരു നിയമം വന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭരണഘടനയിൽ തന്നെ തമിഴ്നാട് നിയമം സ്ഥാനം പിടിച്ചു 9ാമത്തെ ഷെഡ്യൂളിൽ. അതിൽപ്പെട്ടാൽ മൗലികാവകാശ ലംഘനത്തിൻ്റെ പേരിൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ഇളവ് തമിഴ്നാടിന് മുമ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ രേവന്ത് റെഡ്ഡിക്ക് ഈ 62% കോടതി കേസിൽ പെടും എന്നുള്ള ഉറപ്പാണ്, റദ്ദാക്കപ്പെടും. ഇത് 9ാം ഷെഡ്യൂളിലൊന്ന് പെടുത്തി തരാമോ മോദിജി എന്ന് ചോദിക്കാൻ പോയതായിരിക്കില്ലേ എന്നാണ് എൻ്റെ സംശയം. കാരണം ഒരു വാഗ്ദാനം കൊടുത്തുപോയി, പെട്ടുപോയി. അതുകൊണ്ട് ഇതൊന്ന് ശരിയാക്കണം എന്നുള്ള രീതിയിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത് രക്ഷപ്പെടില്ല. ഈ വിധികളെ പറ്റിയൊക്കെ രേവന്ത് റെഡ്ഡിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ മോദിയൊക്കെ മറ്റ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ കാണുന്നത് പോലെ അല്ല രേവന്ത് റെഡ്ഡി കാണുന്നത്. മോദിക്കും സന്തോഷമായിരിക്കും. എന്താണെന്നറിയാമോ? പഴയ ABVP-കാരനാണ് രേവന്ത് റെഡ്ഡി. അതെയോ? അപ്പോൾ ഏത് നിമിഷവും BJP-യിലേക്ക് ഒരു വരവ് വരാവുന്നതാണ്. ഒരു പാലം ഇട്ട് വെച്ചേക്കല്ലേ നേരത്തെ തന്നെ ഉള്ളതാണ്. അപ്പോൾ രേവന്ത് റെഡ്ഡിക്ക് എപ്പോഴും സ്വാഗതമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.